വ്യാജരേഖകൾ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ അറസ്റ്റിലായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബ് കല്ലട്രയ്ക്ക് കൊലക്കേസ് ബന്ധവും. കാസർഗോഡ് ഉപ്പള സ്വദേശിയും 45ലേറെ കേസുകളിൽ പ്രതിയുമായിരുന്ന കാലിയ റഫീഖ് വധക്കേസിൽ നജീബ് പ്രതിയായിരുന്നു. പക്ഷെ പിന്നീട് ഇയാളെ വെറുതെ വിടുകയായിരുന്നു. 2017 ഫെബ്രുവരി 14 മംഗളൂരിനടുത്ത് വെച്ചാണ് കാലിയ റഫീഖ് കൊല്ലപ്പെട്ടത്. കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി നജീബിനെ കേസിൽ 6ാം പ്രതിയാക്കിയിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ നജീബ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിട്ടു. നജീബ് കൊലപാതകം ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണെന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ വ്യക്തമാക്കിയിരുന്നു. കാസർഗോഡിനെയും മംഗളൂരുവിനെയും വർഷങ്ങളോളം വിറപ്പിച്ച ക്രിമിനൽ സംഘത്തിന്റെ നേതാവായിരുന്നു കാലിയ റഫീഖ് എന്ന കൊടും ക്രിമിനൽ. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, നിർബന്ധിത പിരിവ്, കൊലപാതക ശ്രമം, ഭവനഭേദനം തുടങ്ങി എല്ലാവിധ കേസുകളും റഫീഖിനെതിരെ ഉണ്ടായിരുന്നു. കൊല ചെയ്യപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു റഫീഖ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന റഫീഖും സംഘവും സഞ്ചരിച്ച കാർ ഓടിച്ചിരുന്നത് കാസർഗോഡ് കാൽനാട് A1 നിഹാമത്ത് മൻസിലിൽ മുഹമ്മദ് നജീബ് KA എന്ന നജീബ് കല്ലട്രയായിരുന്നു. ഉള്ളാളിനടുത്തുള്ള കൊടേക്കാറിലെ പെട്രോൾ പമ്പിന് മുന്നിലെത്തിയപ്പോൾ തെറ്റായ ദിശയിലെത്തിയ ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിച്ചു. അപ്പോൾ തന്നെ റഫീഖ് അപകടം മണത്ത് പുറത്തിറങ്ങി. എന്നാൽ പിന്നിൽ നിന്ന് മറ്റൊരു കാറിലെത്തിയ 4 അംഗ സംഘം റഫീഖിനു നേരെ വെടിയുതിർത്തു. വെടികൊണ്ട് റഫീഖ് പെട്രോൾ പമ്പിനടുത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും ഈ സംഘം പിന്തുടർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. നജീബും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരും ഓടി രക്ഷപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ നജീബിനെ കേസിൽ 6ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ നജീബിനെ 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടിയത്. മുംബൈ, ബംഗളൂരു, എറണാകുളം തുടങ്ങിയ മേഖലകളിൽ നജീബ് ഒളിവിലായിരുന്നു എന്നാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. കൊല നടന്ന സമയത്ത് നജീബ് ഓടിക്കയറിയത് കൊലപാതകികൾ സഞ്ചരിച്ച കാറിലാണ്. അതുപോലെ പെട്രോൾ പമ്പിന് സമീപം നജീബ് കാർ നിർത്തിയിട്ടു എന്നും റഫീഖിനും നജീബിനുമൊപ്പം കാറിലുണ്ടായിരുന്ന ഫിറോസ് മൊഴി കൊടുത്തിരുന്നു. അത് പ്രകാരം സെഷൻസ് കോടതി 2019 ഒക്ടോബറിൽ നജീബിന്റെ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും ഹൈക്കോടതി നവംബറിൽ ജാമ്യം അനുവദിച്ചു. കാസർഗോഡ്, മംഗളൂരു മേഖലകളിൽ വലിയ ചർച്ചയായ കൊട്ടേഷൻ കൊലപാതകമായിരുന്നു കാലിയ റഫീഖിന്റേത്. വാദത്തിനിടെ സാക്ഷികളിൽ പലരും കൂറുമാറി. തനിക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധമില്ലെന്നായിരുന്നു നജീബിന്റെ വാദം. ഒടുവിൽ 2024 സെപ്റ്റംബറിൽ തെളിവുകളുടെ അഭാവത്തിൽ മംഗളൂരു അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 4 പ്രതികളെയും വെറുതെ വിട്ടു. 1ാം പ്രതി നൂർ അലി, 2ാം പ്രതി യൂസഫ് ഷാഹിദ്, 5ാം പ്രതി TS റഷീദ്, 6ാം പ്രതി നജീബ് കല്ലട്ര എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി വിധി. 8ാം പ്രതിയായിരുന്ന ഡോൺ തസ്ലീം എന്ന മുത്താസിം പിന്നീട് കൊല്ലപ്പെട്ടു. മറ്റുള്ളവർ ഒളിവിലാണ്. കൊലപാതകം കഴിഞ്ഞിട്ട് 9 വർഷവും നജീബ് കുറ്റവിമുക്തനായിട്ട് 2 വർഷവും ആകുന്നു. ഇതിനിടെയാണ് എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം അടക്കം ഒട്ടേറെ ജില്ലകൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടത്തിയതിന് നജീബ് അറസ്റ്റിലാകുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. എറണാകുളം റൂറൽ മേഖല കേന്ദ്രീകരിച്ച് അവയവക്കടത്ത് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് നജീബിലേക്ക് എത്തിയത്. 3 വർഷമായി നജീബും സംഘവും പള്ളിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. MPമാർ, MLAമാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരിൽ വ്യാജരേഖ ചമച്ച് അനധികൃതമായി അവയവ കച്ചവടം നടത്തുകയായിരുന്നു. വ്യാജരേഖകൾ ചമച്ചതിന് ഉൾപ്പെടെ 9ഓളം പേരും അറസ്റ്റിലായിട്ടുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വെളിവാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്.